ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗുമായിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ചിടം വരെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. ആദ്യം ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഓടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഫ്രഷ് ആയി കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഗേറ്റ് തുറക്കാൻ പോകണം. നമുക്ക് തുറന്നിട്ട് ഗൈസ്, ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Fish. അങ്ങനെ ഇതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപർണയ്ക്ക് ഇന്ന് തൊട്ട് ക്രിസ്മസ് എക്സാം തുടങ്ങുവാണ്. അപ്പോൾ അതിന് ഇതാ പോകുന്നു. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ ഒരിടം വരെ പോകണമെന്ന്. അങ്ങനെ അപർണയെ സ്കൂളിൽ ഇട്ടിട്ട് ഞാനും അമ്മയും കൂടി അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഞങ്ങൾ വേറെ അങ്ങോട്ടും അല്ല പോകുന്നത്. കാരണം ഞങ്ങളെ ടി വി ആണെങ്കിൽ ഒരു 1.5 മാസമായിട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അത് നന്നാക്കാൻ വേണ്ടി കുറേ കടകൾ തപ്പിക്കയറി, കുറേ നടന്ന് കുറേ അന്വേഷിച്ചു. പക്ഷെ ഒരെണ്ണം അവസാനം കിട്ടി. അങ്ങനെ അവിടെ കൊണ്ട് ടി വി കൊടുത്തായിരുന്നു ഇന്നലെ. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കൂടെ എടുക്കാമെന്ന്. നിങ്ങൾ വീഡിയോയിൽ അത് ശ്രദ്ധിക്കേണ്ട കേട്ടോ. കാരണം ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല, കാരണം കാറ്റായതുകൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവസാനം സ്ഥലം എത്തി. ഞങ്ങൾ ടി വി നന്നാക്കാൻ കൊടുത്തത് ഇവിടെയാണ് കണ്ടോ. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ടി വി ശരിയാക്കില്ല. ഇന്നലെ കൊടുത്ത ടി വി ഇത്രയും നേരമായിട്ട് ശരിയാക്കിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ പോയി കിട്ടി ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഓർത്തത് അപ്പൂനെ സ്കൂളിലാക്കിയെന്ന് കാര്യം. പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാമെന്ന്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അവസാനം നമ്മൾ വീട്ടിലെത്തി ഗൈസ്. എന്നെ അമ്മ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവളെ വിളിക്കാൻ സ്കൂളിലോട്ട് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്സാമിൻ്റെ കാര്യം. അപ്പം എക്സാം കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരണമായിരുന്നു. അപ്പോൾ അതിന് പോയി. ഞങ്ങളവിടെ നിന്നുമില്ല. കാരണം 1.5-2 മണിക്കൂർ അങ്ങ് പോയി. സമയം സത്യം പറഞ്ഞാൽ വേസ്റ്റായി എത്രയും നേരം ഇരുന്നിട്ട്. പിന്നെ എന്തിനവിടെ നിൽക്കുന്നത് അമ്മ പറഞ്ഞു. കാരണം അവളെ വിളിക്കാൻ പോയില്ലെങ്കിൽ അവൾ പേടിച്ച് പോകത്തില്ലേ, അമ്മ എവിടെ പോയിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു പേടി വരത്തില്ല. അതുകൊണ്ട് പിന്നെ അമ്മനെ പറഞ്ഞു നമുക്കിനി വരാം, അവിടെ നിൽക്കണ്ട, ഇപ്പോൾ വരുമോ അവർ. അങ്ങനെ അവർ വന്നു. അപ്പോഴേക്കും അമ്മ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പോവാം, കാരണം ഒന്നും പിഴച്ചാൽ 3 അങ്ങനെ ആ ഊഹം വെച്ചുകൊണ്ട് പോയി. രണ്ടാമത്തെ ഊഴം തെറ്റിയില്ല. കാരണം ഞങ്ങൾ അവിടെ പോയപ്പോഴേക്കും അവർ ടി വി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമായി. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കിനി തിരിച്ച് വരണ്ടല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെ തിരിച്ച് വീട്ടിലും എത്തി. ഇനി ഒന്ന് പോയി ഫ്രഷ് ആവണം. അപ്പം ഞാൻ ഓടിപ്പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.